അതൊരു റെന്റഡ് ആണ്. റെന്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടാണ്, റൈറ്റിംഗ് സ്പേസിനൊക്കെ ആയിട്ട്. എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ഉള്ള ടൈം ആയതുകൊണ്ട് ഞാൻ അതിൽ കൂടെ വരുന്നുണ്ട്, നിങ്ങൾ താഴെ വരും. ഇതായിരുന്നു സിമ്പിൾ സംഭവം. ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ട റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് സംസാരിക്കുന്നു, വെരി നെക്സ്റ്റ് ചെയ്ത ന്യൂസ് ആവുന്നു. ഞാൻ കേൾക്കുന്നതും പുള്ളിനെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു, വൈകുന്നേരം ന്യൂസിൽ ടൊവിനോ മാറ്റർ ആയിട്ട് ഇത് പുറത്തു വരുന്നു. അതെ, ഒരാള് എനിക്ക് തോന്നുന്നു ഫെഫ്കയിലും ഒരാള് അമ്മയിലും. രണ്ട് വിഷു ആണ് ഞാനുമായിട്ട് ബന്ധം. രണ്ടാമത്തെ ഇഷ്യൂ വേറെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒരു സെയിം ഒഫൻസ് പോലെ എനിക്ക് അറിയില്ല. ഇവര് പരാതി കൊടുത്തില്ല, ഇപ്പൊ പറഞ്ഞല്ലോ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ പരാതി ഉണ്ണിക്കും മനസ്സിലാകും ഇങ്ങനെ മോശമായ രീതിക്കാണ് ഇവരോട് സംസാരം. പിന്നെയും ഉണ്ണി ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നു. ലാസ്റ്റ് എനിക്കൊന്ന് ഈ വിഷയം നടക്കുമ്പോൾ കുറച്ച് ദിവസം മുമ്പ് സംശയ സിനിമയുടെ പ്രിവ്യൂ കാണാൻ നിങ്ങൾ ഒരുമിച്ചാണ് വല്ല. അല്ല, അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ പറയാം. ഈ പരാതി ഈ ഇടയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പരാതി ഈ ഇപ്പൊ അടുത്തേക്ക്, മറ്റേത് ഞാൻ എന്റെ സുഹൃത്ത് ഫെഫ്കയിലൊക്കെ ജോയിൻ ചെയ്തതിനു ശേഷം ഞാൻ അറിയുന്നു ഇങ്ങനത്തെ ഒരു ഒഫീഷ്യലി പോയിട്ടുണ്ടെന്ന്. അവരൊന്ന് വഴക്കണ്ടെന്ന് അറിയായിരുന്നു, പക്ഷെ സ്റ്റേറ്റസ് ഞാൻ അന്വേഷിച്ചു എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ പരാതി ഉണ്ട്. അല്ല, അന്ന് ഉണ്ണി വഴക്കൊണ്ടെന്ന് അറിഞ്ഞു. പിന്നെയും ഇത്രയും മോശപ്പെട്ട ഒരാളെ കൂടെ കൊണ്ടു നടക്കുന്ന ഉണ്ണിയുടെ ജീവിതം ഇത്രയും മോശപ്പെട്ട ആളെന്നല്ല, കേൾക്കുന്നുണ്ട്, പ്രൂഫില്ല. പ്രൂഫ് വന്നപ്പോ സംസാരിച്ചു. അപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നു ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ ഒരു ഫൈറ്റ് ബാക്ക് ആയിട്ട് ഞാൻ കാണുന്നു. എന്റെ കയ്യിൽ ഒരുപാട് കാര്യം, അതായത് ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുവാണെങ്കിൽ ഇയാളെ എന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നു. ഈ പുള്ളി കാരണം എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ലോഡ് കംപ്ലൈന്റ്സ് ഉണ്ട്. ഇത് എന്റെ കയ്യിൽ പ്രൂഫൊന്നുമില്ല. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. പണ്ടും നമ്മളിപ്പോ എന്നെ കുറിച്ചും പലരും പല കാര്യങ്ങളും ഇപ്പൊ അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പ്രൂഫുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർത്തമാനില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 3 വർഷം മുന്നേ ഞാൻ ഈ പറയുന്ന ഡയറക്ടറിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പോകണമെന്ന്. പ്രൂഫില്ല. പ്രൂഫ് ഉണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഇത്രയേ ഉള്ളൂ, ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ കുറിച്ച് മോശം പറയുന്നു? അയാൾ ക്ഷമ ചോദിച്ചു കരഞ്ഞുകൊണ്ട്. അതിൽ അന്ന് ആ വീഡിയോയിൽ കാണുന്ന 3ാമത്തെ വ്യക്തിയുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ന്യൂസിലും വരുന്നില്ല, ഇതൊന്നും സോഷ്യൽ മീഡിയ കാര്യം ചെയ്യുന്നില്ല. ഞാനിത് വെറുതെ ഞാൻ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ എൻ്റെ കോ ആക്ടേഴ്സിന്റെ ഗ്രോത്തിൽ അസൂയപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ എന്തിനു മാറണം? ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്ത് ഇവർ ഇതൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ്. പറയുന്നില്ലെങ്കിൽ എനിക്കും ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇതിൽ സിനിമ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര മോശമാണ്. അസോസിയേഷനുകളുണ്ട്, ഇതിൽ സോൾവ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇതിൽ ക്രിമിനൽ ഒഫൻസ് ഒന്നും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒന്നും ഇല്ലാത്തതുകൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിട്ട് ഇത് വരും. ഇത് ഇവൻച്വലി ഇത് സോൾവ് ആവും. പക്ഷെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. അതാണ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു ഇഷ്യൂ. അത് ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് ആര് വഴക്കുണ്ടാക്കുന്നില്ല, എൻ്റെ സുഹൃത്ത് എന്നെ കുറിച്ച് മോശം പറഞ്ഞു, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് ഇയാൾ മാത്രമല്ല, ഈ ഇഷ്യൂ കൊണ്ട് എനിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരുടെ പേരും എനിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരും എനിക്ക് ഇപ്പൊ നാളെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ഇപ്പൊ നിങ്ങൾ ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് വിട്ടു, പക്ഷെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷുവറായിരുന്നു ഒന്നും ചെയ്തിട്ടില്ലാണ്. പക്ഷെ ഈ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഡൗട്ട് വന്നു. ഇപ്പൊ ആ വീഡിയോ പുറത്താണ്, കോടതി അതിലൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനിയിപ്പോ വെച്ചിട്ട് ഞാൻ ഒരാളെ തെല്ലുന്ന വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാനത് ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കും. ബട്ട് ഐ എം വെരി ഷുവർ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലീൻ ആയിട്ട് പറയാം. ആ വീഡിയോ ഇന്നലെ തന്നെ ഡിലീറ്റ് ചെയ്യുകയുണ്ട്. ആ വീഡിയോ നമ്മളൊക്കെ കണ്ടിരുന്നു. നമ്മൾ ആ വീഡിയോ ഒരു 5 സെക്കൻഡ് ആ വീഡിയോ പിന്നെ ആ മെയിൻ ചാനലിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പൊ എന്താണ് ഉണ്ണിയോട് അവർക്ക് ഒരു ദേഷ്യമാണോ കാണിക്കുന്നു, ഡിലീറ്റ് ചെയ്ത് കളയുന്നു? അല്ല, അത് ഉണ്ണിക്ക് കൂടെ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാണ്. നമ്മൾ ആ വീഡിയോ കണ്ടിരുന്നു, ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. കേട്ടില്ല മാം, സോറി. അല്ല, എൻ്റെ അടുത്ത് നമുക്കറിയില്ലേ ഏതൊക്കെ ഒഫൻസ് ആണ് അവർ വെച്ചിരുന്നത്. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് പിന്നെ ഒരു എന്താ പറയുക, ഡെഫിനറ്റ്ലി എൻ്റെ സേഫ്റ്റി ഞാൻ നോക്കണമല്ലോ. ഏതൊക്കെ വകുപ്പാണ് ഇപ്പൊ എന്തൊക്കെയാണ്, ബിക്കോസ് ടോട്ടലി നടക്കാത്ത കാര്യമാണ് എഴുതി ചേർത്തുന്നത്. ഞാൻ എൻ്റെ പേടിയെ പറഞ്ഞു, ബിക്കോസ് ഞാനിപ്പോ പറഞ്ഞത് എന്താ മാഡത്തിന് കാര്യം മനസ്സിലായി. ഇഷ്യൂ ഒരിക്കലും ഇയാൾ അടിക്കുന്നതില്ല, ഞാൻ തൊട്ടിട്ടില്ല. നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല, ബിക്കോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല. സെക്കൻഡ്, ടൊവിനോയുടെ മാറ്റർ ഇതിൽ ഡിസ്കഷനിലേ ഉണ്ടായിരുന്നില്ല. ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ
ലൈവായിട്ട് ആ വീഡിയോ കിട്ടുമ്പോൾ ഇയാൾ നടന്നു പോകുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരാള് പിന്നെ എന്തൊക്കെ കേസാണ് എന്റെ മേലിൽ വെച്ചേക്കുന്നത്, മീൻസ് വെയിലബിൾ ആണോ നോൺ വെയിലബിൾ ആണോ എന്നൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ട് വി ആർ ഓൾസോ വെരി കോഷ്യസ്. ആസ് ഇൻ എന്താണ് ചെയ്യുന്നത്. എന്നെയും അങ്ങനെ കൂട്ടുകാരില്ല എന്ന് പറഞ്ഞാലും കൂട്ടുകാരുണ്ട്. അതിന് പൂർണ്ണമായിട്ട് ഒരു അനാഥനായ വ്യക്തിയല്ല ഞാൻ. ലിമിറ്റഡ് ഫ്രണ്ട്സ് ഉള്ളതെന്ന് പറഞ്ഞു. 2018 മുതലുള്ള സുഹൃത്താണ് വിപിൻ എന്ന് പറഞ്ഞു. ഒരു 7 വർഷമായിട്ടുള്ള സൗഹൃദമാണ്. ഒരു ഘട്ടത്തിൽ ഉണ്ണിക്കെതിരെ ഒരു നടിമാരോട് നിരന്തരം പരാതി പറയുന്നു. അത് ഉണ്ണിയെ അറിയിക്കുന്നു. നടിമാർ പരാതിയായി പറയുന്നു. അങ്ങനെ പറയാൻ വിപിന് ഉണ്ണിയോട് എന്താണ് ഇത്ര പകം? ഭയങ്കര സ്പൈസി ചോദ്യമാണ്. പക്ഷെ എനിക്ക് ഉണ്ണിമുഖത്തെ തകർക്കാൻ ആരെങ്കിലും എഴുതിയ തിരക്കഥയിലെ ഒരു ടൂളാണോ ഈ വ്യക്തി? തീർച്ചയായിട്ടും അങ്ങനെ തിരക്കഥാകൃത്തുക്കൾ ആരായിരിക്കും? അറിയില്ല. എനിക്ക് ഒരുപാട് പേര് സംശയമുണ്ട്. ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളായിട്ട് എന്നെ കൂടെ നിന്നായിരുന്നു. അതിൽ പച്ചയ്ക്ക് പല ആൾക്കാർക്കും ഈ വിഷയം ടോവിനോടെ വിഷയം ഫേക്ക് ആണെന്ന് ചോദിച്ചവർ അതേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി അതേന്ന് പറഞ്ഞവരുടെ പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഒരു ഘട്ടത്തിൽ അവരെ സുഹൃത്തുക്കളായിട്ട് കണ്ട ആളായതുകൊണ്ട് ഞാൻ പേരുകൾ എടുത്തിട്ട് ഇതൊരു മസാല സ്റ്റോറിയൊക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ എൻ്റെ ശത്രുക്കളാണ് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ എടുക്കാം. പക്ഷെ സത്യം ഇതാണ്. അതേപോലെ തന്നെ ഞാൻ ഈ ഒഗെയിൻ റിപ്പീറ്റ് ചെയ്തു, അടി ഒരു വിഷയമാണ്, അടിച്ചിട്ടില്ല. ഇനി ഒരു പ്രോമിനന്റ് ആയി ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ടോപ്പ് ചോദ്യങ്ങൾ വന്നാൽ ഇവര് ഒത്തിരിയധികം സിനിമകൾ ഇപ്പൊ വിപിൻ പറഞ്ഞ വ്യക്തി തടഞ്ഞ്, അതായത് ആൾക്ക് 5 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല എന്ന് പറയുന്നത് തടഞ്ഞെന്ന് പറയുന്നു. അപ്പൊ ഇതിനെതിരായിട്ട്, അതായത് നിലവിലെ ഒരു ആർട്ടിസ്റ്റിന് മാനേജർ വഴി അല്ലാതെ ഒരു രീതിയിൽ കഥ പറയാനുള്ള രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചിന്താഗതി ഒഫീഷ്യൽ ഇമെയിൽ ഐഡീസ് ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇത് പല പല സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ അതൊന്നും തള്ളി പറയുന്നില്ല. ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാനും ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഓക്കെ ജനുവലി ഇത്രയും സംഭവിക്കുന്നത്. പിന്നെ ഒരു പരിധി വരെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്താൽ ശ്രമിച്ചിരുന്നു, നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിച്ചത് ഓക്കെ ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് എല്ലാവരും ഒരേ സമയത്ത് മീറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർ പറയുന്ന അതേ സമയത്ത് എത്തിപ്പെടാനൊന്നും എനിക്കും പറ്റാണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ആ കാര്യത്തിൽ അങ്ങനെ ഇഷ്യൂ ആക്കിയിട്ടുണ്ട്. ഇത് സാധാരണ എല്ലാ നടന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, വളരെ സന്തോഷകരമായ കാര്യങ്ങളായിരുന്നു. ഒരു തിരക്ക് വരിക എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഇതിനെ ചൊല്ലി നമ്മൾ ഒരിക്കലും തർക്കിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നിലേക്ക് ആക്സസ് ചെയ്യുന്ന ഞാൻ വളരെ ആക്സസിബിൾ ആയ ഒരാളാണ്. ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പത്തിൽ എന്നെ മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാരെ എന്നെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചത് പറ്റിയില്ല, ഇയാളിൽ നിന്നുണ്ടായ ബാഡ് എക്സാമ്പിൾ ആയിട്ട് ഇട്ടപ്പോൾ ഞാനും അതിന് എടുത്ത് പറഞ്ഞു. പ്രാഥമികമായിട്ട് പോലീസ് തന്നെ, പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് ഒരു ബെയില് കിട്ടുന്ന കുറ്റം മാത്രമാണ്. വലിയ ഉണ്ണി അതിലെ തല്ലിയിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ണിക്ക് അതിൽ പ്രത്യക്ഷത്തിൽ ഈ പരാതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണെന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയൊരു കേസായിരുന്നു. ആ കേസിൽ തന്നെ അങ്ങനെ പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാകുകയും പോലീസ് ഇന്ന് കോടതിയിൽ അത് പറയുകയും ചെയ്തു. അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ്, സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കുറ്റമാണ് ഇത് പോലീസ് കോടതി അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വന്ന ഒരു കേസിനെ എന്തോ കൊലപാതക കുറ്റം പോലെ ആക്കി ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാനും ചില തെറ്റായ കാര്യങ്ങൾ പറയാനും ബോധപൂർവ്വ ശ്രമം നടത്തിയെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഈ പോലീസ് ഓഫീസറിന്റെ വോയിസ് ചെയ്ത് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും പേടിച്ചു. വേറൊരു വീഡിയോ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അതാ പറഞ്ഞു, എനിക്ക് അറിയില്ല ഇങ്ങനത്തെ വോയിസ് ഒക്കെ പുറത്ത് വിടാൻ പറ്റും, ഇത് ഇല്ലീഗൽ അല്ലേ. ഞാൻ പോലീസ് ഓഫീസറിനെ വിളിച്ച് എനിക്ക് അന്വേഷണ ഭാഗമായിട്ട് വിളിച്ചിരുന്നു. അതിന്റെ തലേദിവസം ഉണ്ണിനെ ഞാൻ വിളിച്ചിരുന്നു. ഉണ്ണി ഫോൺ എടുത്തില്ല. ഇത് ഉണ്ണി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. ഇങ്ങനെ വോയിസ് ലീക്ക് ചെയ്യുന്ന ഒക്കെയാണ് കുഴപ്പമില്ല. എന്നാൽ അതേ ഓഫീസർ ആയിരിക്കും ഇതും പറഞ്ഞിട്ടുണ്ടാവും. സോ യു ബി വെരി കെയർഫുൾ നെക്സ്റ്റ് ടൈം. നിങ്ങൾ ഇങ്ങനെ ന്യൂസ് വിടുമ്പോൾ നിങ്ങളെ കുറിച്ചായിരിക്കും പുള്ളി പറയുന്നുണ്ടാവും. അല്ല, അതേക്കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം വിട്ട ഒരു വാർത്തയുടെ പുറകെ പോയപ്പോഴാണ് പോലീസ് കോടതിയിൽ തന്നെ എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ ഉണ്ണി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞിട്ടുള്ളത്. അതായത് ഒരാളെ തല്ലിയിട്ടില്ല, അല്ലെങ്കിൽ ബെയിൽ കിട്ടാം, തല്ലി കഴിഞ്ഞാൽ നോൺ ബെയിലുള്ള കേസാണ്. പ്രത്യേകിച്ച് മുറിവുണ്ടെങ്കിൽ അത് നോൺ ബെയിലുള്ള. അപ്പൊ അത്തരം കേസുകളിൽ ഇപ്പോൾ ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഈ ചില ഓഡിയോ ഉണ്ടാകുന്നു അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാകുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ AI ക്രിയേറ്റഡ് ഒക്കെ ആണെങ്കിൽ ഉണ്ണി അതിൽ സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ DGP കൊടുത്ത പരാതിയിൽ അക്കാര്യം ഉന്നയിക്കുകയോ ചെയ്യുമോ? ഞാൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ AI വെച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ ആർക്കും ഇല്ല. ബിക്കോസ് നമ്മളും AI-യുടെ എന്താ പറയാ, അപ്പൊ അത്ര ഉള്ള കപ്പാസിറ്റി ഒന്നും ഞാൻ ഒരു ഫോണിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ഐ ഡോണ്ട് തിങ്ക് ഇല്ല, എന്റെ ഓർമ്മയില്ല. ഇനി അവര് പേഴ്സണലി ഇരുന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം. ബിക്കോസ് ഞാൻ ഫോട്ടോസൊക്കെ കണ്ടു.
മാനേജർ അല്ല എന്ന് പറയുന്നത്, പക്ഷെ സൗണ്ടിയുടെ പല സിനിമയുടെയും കഥകളൊക്കെ കേൾക്കാൻ ബിബിനെ ചുമതലപ്പെടുത്തി അങ്ങനെ ബ്രദർ, ഞാൻ അതാ പറയണേ, എന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ പല സോഴ്സുകളുണ്ട്. ഇപ്പൊ എൻ്റെ അച്ഛൻ വരെ കഥ കേൾക്കുന്നുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട്. എല്ലാം എൻ്റെ കരിയർ മുഴുവൻ അങ്ങനെ ആയിരുന്നില്ല. ഒരു ഘട്ടത്തിലാണ് ഒരു 2018 ശേഷം മേപ്പടയാൻ സക്സസിന് ശേഷം മാറ്റങ്ങൾ വന്നിട്ട് എല്ലാ നടന്മാർക്കും അങ്ങനെയാണ്. ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരക്കിൽ പോയ ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ കഥ കേൾക്കും, സജസ്റ്റ് ചിലർ നേരിട്ട് വരും. ഇങ്ങനെയൊക്കെയാണ് സിനിമ സംഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സിനിമ ജീവിതം അങ്ങനെയാണ്. എനിക്കറിയില്ല മറ്റു നടന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ്. അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയാം, 2018 മുതൽ 21 വരെ നീണ്ടു നിൽക്കുന്ന ഈ സിനിമ മേപ്പടിയാൻ, അതുപോലെ ടൈമിലല്ല മറ്റു സിനിമകൾ ഒരു 4 മാസം 5 മാസത്തിൽ റിലീസായി പോയിട്ടുണ്ട്. ഇത് കൊറോണ ടൈമിൽ വന്നു, ഒമിക്രോൺ സമയത്താണ് റിലീസായി പടം. അപ്പോൾ ഞങ്ങൾ 1 വർഷത്തോളം ഇത് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ സിനിമയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എൻ്റെ മേപ്പടിയൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്തൊരു സിനിമയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം, ആ പടം എൻ്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. ഇത് ഞാൻ ഒരിക്കലും പറയാത്തതെന്ന് വെച്ചാൽ, സാധാരണ എന്നെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല ആരും ഇവിടെ സിനിമ എടുക്കാൻ പറയുന്നത്. എൻ്റെ ആഗ്രഹമാണ്. ഞാൻ എൻ്റെ അച്ഛനോട് അമ്മോട് ചോദിച്ചു, ഞാൻ വീട് പണയം വെച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ പൈസ കൊണ്ടിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. സിനിമയിൽ ആകെ ഒരു പാസിംഗ് സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് പോയപ്പോൾ SDPIയുടെ ആംബുലൻസുകൾ എത്ര സിനിമകളുണ്ട് ഞാൻ പറയുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ, ഞാൻ ഇനി സേവാഭാരതി SDPIയിലേക്ക് കൊണ്ടുപോകണ്ട, ഞാൻ പറഞ്ഞു വരികയാണ്. രണ്ടാമത്തെ അവിടെ ഷഫീഖിനെ സന്ദർശനം ചെയ്തപ്പോൾ പിന്നെയും അവൻ എന്നാ പിന്നെ മുസ്ലിം ഫാമിലീസിനെ കയ്യിലെടുക്കാൻ സിനിമ എടുക്കാൻ. മാളികപ്പുറം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് അതെന്തായത് മാളികപ്പുറം അഗ്രസീവ് പ്രൊമോഷൻ, പിന്നെ ഹിന്ദുത്വ അജണ്ട, പിന്നെ ജയഗണേഷ് വന്നപ്പോൾ പ്രോപ്പഗൻഡ സിനിമ, പിന്നെ മാർക്ക് വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്ക് കണ്ടതിന് ശേഷം. അതിന് മുന്നേ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞു ഈ സിനിമകൾക്ക് USP ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറെ ഈ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതിലൊക്കെ ഉണ്ണിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഉണ്ണിക്ക് മാർക്ക് കഴിഞ്ഞോ, പിന്നെ സിനിമകൾ വരാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണെന്നൊക്കെ ഞാൻ മേപ്പടിയാൻ തൊട്ട് എനിക്ക് വിഷമമുണ്ട് ഇങ്ങനെ നെഗറ്റീവ് വരുമ്പോൾ. അപ്പോൾ അതിന്റെ വിഷമമാണ് തന്നോട് തീർത്തതെന്നാണ് വിപിൻ പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സീരിയസ് തിങ്. ഞാൻ ഇന്ന് ഇത്രയും നേരം സംസാരിച്ച കാര്യം നമ്മളൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ വനിതയല്ലേ, ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിന് ഉണ്ടായ ഇഷ്യൂ ആണ് ഞാൻ സംസാരിക്കാൻ പോയത്. യു ഡോണ്ട് റാൻഡംലി നിങ്ങളിങ്ങനെ, ഞാൻ എൻ്റെ ഒരു ഈ കൂട്ടത്തിൽ എൻ്റെ വിഷമം പറഞ്ഞു. ഡെഫിനറ്റ്ലി വിഷമം അല്ലല്ല, എൻ്റെ ഫ്രസ്ട്രേഷൻ ഒന്നുമല്ല, ഞാൻ എൻ്റെ സങ്കടം പറയാം. നിങ്ങളൊരു നടൻ എന്ന നിലയിൽ എൻ്റെ വേർഷൻ കൂടി നിങ്ങൾ എൻ്റെ വേർഷൻ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറയാണ്, ഒരു സിനിമ അതായത് മേപ്പടി എന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആയിരുന്നു. അതിനെക്കുറിച്ച് എത്ര ചർച്ചകൾ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ജയഗണേഷ് ഒരു നല്ല സിനിമയായിരുന്നു. ഞാൻ പറയുന്നത് അതൊരു പ്രൊപ്പഗൻഡ, പേര് വെച്ച പ്രൊപ്പഗൻഡ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയാം? എന്ന് വെച്ചാൽ എന്റെ സങ്കടത്തിന്റെ കാരണം ഇതാണെന്ന് ഇന്നാള് പറഞ്ഞത് എനിക്ക് ഇറ്റ്സ് നോട്ട് ഫെയർ. ഞാൻ പറയാണ്, ഈ ഇഷ്യൂ കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ചെയ്ത് ട്രാക്ഷൻ മാറ്റി ഇതിൽ വേറെ നടന്റെ പേരിട്ടപ്പോ ഐ ബിലീവ് നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയി. അതല്ല, അതില് എന്റെ സുഹൃത്തിന് ഒരു പങ്കുമില്ല. അവന്റെ സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കണം. എന്റെ മാർക്കോ സിനിമ ഹിറ്റ് ആയപ്പോൾ ഞാൻ അവരുടെ കൂടെയാണ് അന്ന് രാത്രി ഇരുന്നത്. ARM ഹിറ്റ് ആയപ്പോൾ ഞാനാണ് ആദ്യം വിളിച്ചത്. ഞങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും പബ്ലിക്കലി ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോ ഐ റിയലി ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ദ റൈറ്റ് വേ. ഒട്ടും ഹെൽത്തി അല്ല. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവും. കുറച്ച് സ്റ്റിക്കർ ഇട്ട് കളിച്ചു. അല്ല, അവന് പറയേണ്ട ആവശ്യമില്ല. അത്രയും സില്ലിയ കാര്യമാണ്. എനിക്കറിയില്ല ബോസ്, ഞാനിത് എൻ്റെ അഭിഭാഷകൻ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ ചെയ്യുക. എനിക്കിതിൻ്റെ പ്രാക്ടിക്കാലിറ്റി അറിയില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും കൂടി അറിയിക്കാം. നിങ്ങൾ അമ്മ കഫ്റ്റയിൽ പോയി ചോദിക്കുക, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിൽ ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ എന്നിലേക്ക് വന്നപ്പോൾ ഞാനത് അന്വേഷിക്കാൻ പോയി. എനിക്ക് ഈ വ്യക്തിയുടെ വർക്കിംഗ് പാറ്റേൺ, ബിക്കോസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും എൻ്റെ വർക്കിലൊന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അയാളെ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാനും പോയിട്ടില്ല. എൻ്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോൾ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം. മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും വളരെ കോമൺ ഫ്രണ്ട്സാണ്. എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി കരഞ്ഞോടാണ് മാപ്പ് പറഞ്ഞത്. ഈ വീഡിയോ ഒക്കെ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ ഞാനാണ്. ബിക്കോസ് അതിൽ കിട്ടല്ലോ. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ആക്ച്വൽ വീഡിയോ പുറത്ത് വരാനാണ്.
പുള്ളി ഡെഫിനറ്റ്ലി ഇപ്പൊ എന്റെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പേടിച്ച് കാണുമല്ലോ. ശരി, ഞാൻ ഹീറ്റഡ് ആർഗ്യുമെന്റ് തന്നെ ആയിരുന്നു. അത് സങ്കടത്തോടെ സംസാരിച്ചതാ. എന്തിന് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് CCTV ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം. ഐ എം റിക്വസ്റ്റിംഗ് ഫ്രം മൈ സൈഡ്. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവനെ അടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം. സീരിയസ്ലി. ഇപ്പൊ ഇതിന്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് നിങ്ങൾ വാർത്തകൾ വരികയാണെങ്കിൽ ഒരു കൺസിഡറേഷൻ തരണം. എന്നെ ക്രിമിനലായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യരുത്. എല്ലാ വർഷം ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ ഇവിടെ സിനിമ വന്നത് ഗുജറാത്തിൽ നിന്നായതുകൊണ്ട് പല രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട്. എനിക്കിവിടെ വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല. ഞാൻ മര്യാദയ്ക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചില രീതിയിലുണ്ട്. അത് ഞാൻ കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡാണ്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്ക് ഒരു രീതിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ശരിയല്ല. എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് സാധാരണഗതിയിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി കാണും, ചിലർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി കാണും. അത് സിനിമയിൽ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനായിട്ട് സ്പെഷ്യലായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാമായിരുന്നു. അയാൾ അത് ചെയ്തില്ല. ഒരു ഘട്ടത്തിൽ പുള്ളിക്കും ചില സങ്കടങ്ങളുണ്ടാവും. എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു പണി എന്ന് പുള്ളി വിചാരിച്ചു. അത് ഞങ്ങൾ തന്നെ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്ക് എന്നോട് ഇപ്പൊ വിരോധമാണ്. ഞാനത് സമ്മതിച്ചു. ഓക്കെ. അപ്പൊ പിന്നെ എനിക്ക് എൻ്റെ ന്യായം പിടിച്ചു നിൽക്കണം. അസോസിയേഷനിൽ പോയിട്ട് ഞാൻ 2-ാം തീയതി എന്നെ വിളിച്ചേക്കണം. ഞാൻ പോയി സംസാരിക്കും. പോസിബിളി അവിടുന്ന് എന്താണ് അവർ പറഞ്ഞത്, അപ്പോൾ ഇനി ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങനെ. അല്ലെങ്കിൽ കോടതി പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ട്രൂത്ത്ഫുള്ളി ഫോളോ ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും മാത്രമല്ല, ഇതിപ്പോൾ എല്ലാം തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു സത്യമാണെന്നല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് എൻക്വയർ. ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പേരുകളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. അവർ അങ്ങനെ എന്നോട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ നോട്ട് ഡൂയിങ് ഇറ്റ്. ബാക്കി ലാസ്റ്റ് അതായത് ഇതിനു മുമ്പ് മാർക്കോയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ PR ടീമുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മാർക്കറ്റിംഗിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ വിപിൻ കുമാറിനെ പറ്റി തന്നെ ഒരു മാർക്കറ്റിംഗ് ടീം ആരോപണം ഉന്നയിച്ചിരുന്നു. അത് എന്തെങ്കിലും സത്യമുണ്ടോ? ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടായിരുന്നു. അവര് പുള്ളിക്ക് മാത്രം ഒരു ക്രെഡിറ്റ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവര് തമ്മിൽ പരസ്പരം ഭയങ്കര ഇഷ്യൂ ഉണ്ടായി. ഞാനൊരു കോംപ്രമൈസ് ടോക്കിൽ പോയിട്ട് അവസാനം ഞാനാണത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവന്നത്. ബിക്കോസ് ഈ PR എന്ന് പറയുമ്പോൾ സിനിമകൾ വിജയിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വേണം. പക്ഷെ പരാജയപ്പെടുന്ന സിനിമ ഞാൻ PR ചെയ്തെന്ന് ഇതുവരെ ഒരു PR കമ്പനിയും പറയുന്നത് കണ്ടിട്ടില്ല. ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ PR ചെയ്ത പടം പരാജയപ്പെട്ടെന്ന് ഞാൻ അവകാശപ്പെടുന്ന ആരെയും കണ്ടില്ല. ഒരു ഡയറക്ടർ അങ്ങനെ പറയില്ല, ഒരു നടനും അങ്ങനെ പറയില്ല. സോ വിജയങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ ക്രെഡിറ്റ് വേണമെന്ന് സ്വാഭാവികമാണ്. പക്ഷെ എനിക്ക് ഫെയർ ആയിട്ട് നിർത്തണമെന്നുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അതിന്റെ സംബന്ധമായിട്ട് പുള്ളിക്ക് എന്നോട് ഒരു ദേഷ്യവും ഗ്രഡ്ജൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ വളരെ പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളാണ്. ഇത് ഓൾമോസ്റ്റ് 3 years പോലെ. ഇറ്റ്സ് ലൈക്ക് ഒരു പ്രൂഫ് കയ്യിൽ വരുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുക. പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ സ്ത്രീയുടെ പരാതി ഇത്തരത്തിൽ മോശം കാര്യം കിട്ടുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കി തോന്നുന്നു. എന്തുകൊണ്ട് ആ വിഷയം അങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ല? അതല്ല അമ്മയിലുണ്ടെന്ന് പറഞ്ഞില്ല. സ്വന്തം മാനേജർ, സ്വന്തം സിനിമകൾ PR ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇംഗ്ലീഷിന് ഒരു പ്രശ്നം ഉണ്ടായി നമുക്ക് മനസ്സിലാക്കുന്നു. അത് ചോദിക്കാൻ വേണ്ടി ഉണ്ണിയ അയാളുടെ സ്പേസിലേക്ക് പോകുന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. പ്രശ്നമല്ല ചോദ്യം അങ്ങനെയല്ല. പറഞ്ഞിട്ട് ഒന്നും കാര്യമാണ്. 2, എന്തുകൊണ്ട് ആ കാര്യം ഒരു നിയമപരമായിട്ടുള്ള ഏജൻസി അല്ലെങ്കിൽ അവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല? ഓക്കെ, ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിരുന്നു? ഞാൻ ആദ്യം വിളിച്ചത് എൻ്റെ സുഹൃത്ത്, ഡയറക്ടറായ ഒരു സുഹൃത്തിനാണ് വിളിച്ചത്, അറിയിച്ചത്. ഞങ്ങൾ എല്ലാവരും കോമൺ ഫ്രണ്ട്സ് ആണ്. ഞാൻ ആദ്യം പറയുന്നത് 2018 മുതൽ 2021 ഇടയിൽ ഈ ഒരു ബന്ധം ഒരു നോർമൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന്റെ അപ്പുറത്ത് ഒരു സൗഹൃദത്തിലേക്ക് കയറിയിട്ടുണ്ടാകും. ഒരു 3 വർഷം മുന്നേ തന്നെ ഞാൻ ഇയാളെ കുറിച്ച് ഇതേ ഡയറക്ടർ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് പാറ്റേണിലല്ല കാര്യങ്ങൾ പോകുന്നത്.
ഏകദേശം 2 മാസം 3 മാസം മുന്നേ തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞിരുന്നു ഇനി അങ്ങനെ ഒരു നിങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കിലേക്ക് പോയിക്കോളൂ, എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാനേജ് ചെയ്തോളാം. ഈ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് മറ്റ് സിനിമാ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നില്ല. ഞാനിതിനെ വളരെ ഒരു പ്രൊഫഷണൽ, ഇപ്പൊ സിനിമാ മേഖലയിൽ നടക്കുന്ന ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അനൗൺസ് ചെയ്ത നാളെ സിനിമ സംഭവിക്കണമെന്നൊന്നുമില്ല. അതിന്റെ പ്രാക്ടിക്കാലിറ്റീസ് ഈ കഴിഞ്ഞ 15 വർഷത്തിലും അതിനെക്കാട്ട് കൂടുതൽ സിനിമയിലുള്ള ആൾക്കാർക്ക് അറിയാം. സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ്, അതുവരെ സിനിമയില്ല. കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ അറിഞ്ഞത് ശേഷം ഇമ്മീഡിയറ്റ്ലി ഞാൻ അയാളെ വിളിക്കുന്നു, ഈ ഡയറക്ടറിനെ. എൻ്റെ സുഹൃത്തായ ഡയറക്ടർ നമ്മുടെ വിപിൻ കുമാറിനെ വിളിക്കുന്നു. ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി. തിരിച്ചെനിക്ക് ഡയറക്ടറിനെ കോൾ ചെയ്തു. ഹി ഈസ് വെരി സോറി അബൌട്ട് ഇറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞു അത് വിപിൻ, നിങ്ങളോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ചിലപ്പോൾ ഒരു പേരുകളൊന്നും പറയില്ല, ബട്ട് എക്സിസ്റ്റിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടാവുമല്ലോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഭയങ്കര ഇമോഷണൽ. സോ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ അല്ലേ? ഉണ്ണി ഇപ്പം മലയാളത്തിലെ പല താങ്ക് യു അല്ലേ? മലയാളത്തിലെ പല സിനിമകളും പാൻ ഇന്ത്യൻ ലെവലിൽ അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടെങ്കിലും ദുൽഖർ സൽമാന് ശേഷം മലയാളത്തിൽ നിന്നും ഉണ്ണിക്കാണ് നോർത്ത് സൈഡിൽ നിന്ന് ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിൽ അവിടെ ആളുകൾ. അപ്പോൾ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിയുടെ വളർച്ച തടയിടാൻ മലയാള സിനിമയിലുള്ളവർ തന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തടയിടാൻ ആൾക്കാരുണ്ട്, അതെനിക്ക് നല്ല ബോധ്യമാണ്. എനിക്ക് അവരുടെ പേരും അഡ്രസ്സും ഉൾപ്പെടെ എനിക്കറിയാം. പക്ഷെ അത് ഞങ്ങൾ തമ്മിൽ ഡീൽ ചെയ്യണം. സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഡസ്ട്രി വളരണം, മലയാള സിനിമ മുന്നോട്ട് പോകണമെന്നുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു, അതങ്ങ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ സിനിമ മേഖലയിൽ നിന്ന് എല്ലാവർക്കും സക്സസ് കിട്ടട്ടെ, എല്ലാവരും നന്നായിട്ട് പറയും. ഇനിയും പുതിയ ഇപ്പം മൂൺ വാക്ക് എന്ന് പറഞ്ഞ സിനിമ അവിടെ വന്നിട്ട് ഞാൻ അത് കാണണമെന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗംഭീര എന്താ വെച്ചാൽ ഡാൻസും അതൊക്കെ ഒരു ഇറ്റ് ഇസ് വെരി ഡിഫറെൻറ്റ് എന്നൊരു സിനിമ. സോ അതൊക്കെയാണ് ഞാൻ എപ്പോഴും തിയേറ്ററുകൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് തിയേറ്ററിൽ ഒരു ഓളം കണ്ടിട്ട് ഞാൻ സിനിമയിൽ വന്ന ആളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സിനിമകൾ വിജയിക്കട്ടെ, അതിൽ ഒരു ഉണ്ണിമൂന്നനത്ര വലിയ അവ്യാജമായ ഘടകമൊന്നുമില്ല. ബട്ട് ഞാനിവിടെ ഉണ്ടല്ലോ, എനിക്കും എൻ്റെതായ സ്പേസ് ഉണ്ട്. ഞാനത് മുന്നോട്ട് സിനിമ ചെയ്തു, പറഞ്ഞ പോലെ തുടരും. ഓക്കെ.